ഞാൻ കമ്പ്യൂട്ടർ പഠിച്ചത് വെർച്വൽ ടീച്ചർ സിഡികൾ ഉപയോഗിച്ചാണ്. ഇത്ര എളുപ്പത്തിൽ മറ്റൊരു വിദ്യ കൊണ്ടും നിങ്ങൾക്ക് കമ്പ്യൂട്ടർ പഠിക്കാനാവില്ല. കൂടുതൽ ട്യൂട്ടോറിയൽ വീഡിയോകൾക്ക് സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഈ അധ്യായത്തിൽ ചാനൽ ഇഫക്ട്സിനെ കുറിച്ചും ഡിസ്റ്റോർട്ട് എഫക്ട്സിനെ കുറിച്ചും പഠിക്കാം. ചാനൽ ഇഫക്ട്സ് ഇവിടെ ഇഫക്ട്സ് വിൻഡോയിൽ നമുക്ക് കാണാവുന്നതാണ്. ഇത് എക്സ്പാൻഡ് ചെയ്താൽ അരിത്തമെറ്റിക്, ബ്ലെൻഡ്, കാൽക്കുലേഷൻസ്, കോമ്പൗണ്ട് അരിത്തമെറ്റിക്, ഇൻവേർട്ട്, സെറ്റ്മേറ്റ്, സോളിഡ് കമ്പോസിറ്റ് എന്നിങ്ങനെ വിവിധ ചാനൽ ഇഫക്റ്റുകൾ കാണാവുന്നതാണ്. ചാനൽ ഇഫക്റ്റുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് അതിന്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു വീഡിയോ ക്ലിപ്പിന്റെ റെഡ്, ഗ്രീന്, ബ്ലൂ എന്നീ 3 ചാനലുകളെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടുള്ള എഫക്റ്റുകളാണ്. നമുക്ക് അവയിൽ ആദ്യമായിട്ട് അരിത്തമെറ്റിക് എന്ന ചാനൽ എഫക്റ്റിനെ പരിചയപ്പെടാം. അതിനായിട്ട് ഈ എഫക്റ്റ് ഇതേ രീതിയിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നമുക്ക് പ്ലേസ് ചെയ്യാം. അതിനുശേഷം ഇവിടെയുള്ള അരിത്തമെറ്റിക് എന്ന ഈ എഫക്റ്റ് ക്ലിക്ക് ചെയ്ത് എക്സ്പാൻഡ് ചെയ്യുക. ഇവിടെ നമുക്ക് ഓപ്പറേറ്റർ, റെഡ് വാല്യൂ, ഗ്രീൻ വാല്യൂ, ബ്ലൂ വാല്യൂ എന്നിങ്ങനെ വിവിധ ഓപ്ഷനുകൾ കാണുവാൻ സാധിക്കും. ഓപ്പറേറ്റർ നമുക്ക് ആഡ്, സബ്സ്ട്രാക്ട്, ഡിഫറൻസ്, മിനിമം, മാക്സിമം, ബ്ലോക്ക് എബവ്, ബ്ലോക്ക് ബിലോ എന്നിങ്ങനെ വിവിധ ഓപ്പറേറ്റേഴ്സ് കാണാം. ഈ ഓപ്പറേറ്റേഴ്സിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അതിന് താഴെ റെഡിന്റെയും ഗ്രീനിന്റെയും ബ്ലൂവിന്റെയും വാല്യൂസ് ചേഞ്ച് ചെയ്യുന്നത്. നമുക്ക് അതെങ്ങനെയെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് സബ്സ്ട്രാക്ട് എന്ന ഓപ്പറേറ്റർ സെലക്ട് ചെയ്യാം. അതിനുശേഷം റെഡ് കളറിന്റെ വാല്യൂ ചേഞ്ച് ചെയ്താൽ ശ്രദ്ധിക്കുക, റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ റെഡ് കളറിന്റെ വാല്യൂ കുറയുന്നതായിട്ട് നമുക്ക് കാണാം. അതേപോലെ ഗ്രീനിന്റെ വാല്യൂ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനായിട്ട് ശ്രദ്ധിക്കുക, ഗ്രീൻ എന്ന ഓപ്ഷനിൽ മൂവ് ചെയ്യുക. അതേസമയം ഇവിടെ ഡിഫറൻസ് എന്ന ഓപ്പറേറ്റർ ആണെങ്കിൽ നമുക്ക് അതനുസരിച്ചുള്ള വ്യത്യാസമായിരിക്കും ഇവിടെ ഉണ്ടാവുക. ഇവിടെയുള്ള ഓരോ ഓപ്പറേറ്റേഴ്സും അതിനനുസരിച്ച് വ്യത്യസ്തമായ എഫക്റ്റുകളായിരിക്കും നമുക്ക് ഈ റെഡ് കളറിന്റെയും ഗ്രീൻ കളറിന്റെയും ബ്ലൂ കളറിന്റെയും വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ലഭിക്കുന്നത്. നമുക്ക് അരിത്തമെറ്റിക് എന്ന ഈ എഫക്റ്റിനെ ഡിലീറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ബ്ലെൻഡ് എന്ന എഫക്റ്റിനെ പരിചയപ്പെടാം. പേര് പോലെ തന്നെ നമുക്ക് വീഡിയോ ക്ലിപ്പിനെ ബ്ലെൻഡ് ചെയ്യിക്കുന്നുള്ള എഫക്റ്റാണിത്. ശ്രദ്ധിക്കുക, ഇവിടെ ബ്ലെൻഡ് വിത്ത്, നമുക്കിവിടെ ഒന്നിലധികം വീഡിയോ ക്ലിപ്പുകൾ ഉണ്ടെങ്കിലാണ് നമുക്കിത് അപ്ലൈ ചെയ്യുന്നത്. നമുക്കിവിടെ നിന്നും ഈ ഇമേജ് ഡ്രാഗ് ചെയ്ത് പ്ലേസ് ചെയ്യാം. ശ്രദ്ധിക്കുക, ഇപ്പം വീഡിയോ 2 ട്രാക്കിലാണ് ഈ ക്ലിപ്പ് ആഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ബ്ലെൻഡ് വിത്ത് വീഡിയോ 2 സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ മോഡ് നമുക്ക് ക്രോസ് ഫൈഡ് സെലക്ട് ചെയ്യാം. ശ്രദ്ധിക്കുക, നമുക്ക് ഈ ട്രാക്ക് ഏറ്റവും മുകളിലേക്ക് പ്ലേസ് ചെയ്തപ്പോൾ ഇതിന്റെ ഡിഫറൻസ് നമുക്ക് കാണാവുന്നതാണ്. കളർ ഓൺലി, ടിൻറ്റ് ഓൺലി, ഡാർക്കൻ ഓൺലി എന്നിങ്ങനെ നമുക്ക് ഇതിന്റെ വാല്യൂ നമുക്ക് ബ്ലെൻഡ് വിത്ത് എന്ന ഓപ്ഷനിൽ ഡ്രാഗ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഈ ലെയർ സൈസ് സെന്റർ ആണോ സ്ട്രെച്ച് ടു ഫിറ്റ് ആണോ എന്ന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇപ്പോഴാണ് ലെയർ സൈസ് സ്ട്രെച്ച് ടു ഫിറ്റ് ആയി വന്നത്. ഇങ്ങനെ ബ്ലെൻഡ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് ഒരു വ്യത്യസ്തമായ ബ്ലെൻഡിങ് എഫക്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ കാൽക്കുലേഷൻസ്, ശ്രദ്ധിക്കുക, കാൽക്കുലേഷൻസ് എന്ന എഫക്റ്റ് ഇതേ രീതിയിൽ എക്സ്പാൻഡ് ചെയ്താൽ ഇതിന്റെ ഇൻപുട്ട് നമുക്ക് RGB, ഗ്രേ, റെഡ്, ഗ്രീന്, ബ്ലൂ, ആൽഫ എന്നിങ്ങനെ വിവിധ ഇൻപുട്ട് ചാനലിന്റെ അടിസ്ഥാനത്തിലാണ്. നമുക്ക് ഇൻവേർട്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഇതേ രീതിയിൽ നെഗറ്റീവ് മോഡിലേക്ക് മാറുന്നതാണ്. അതുപോലെ സെക്കൻഡ് സോഴ്സ്, നമുക്ക് സെക്കൻഡ് ലെയർ വീഡിയോ 2 സെലക്ട് ചെയ്യാം. അതിനുശേഷം സെക്കൻഡ് ലെയറിന്റെ ബ്ലെൻഡിങ് നമുക്ക് ഇവിടെ ഇതേ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ ബ്ലെൻഡിങ് മോഡ് നമുക്ക് ഇവിടെ നിന്നും ഇതേ രീതിയിൽ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതേ രീതിയിൽ നമുക്ക് കാൽക്കുലേഷൻസ് എന്ന വ്യത്യസ്തമായ എഫക്റ്റ് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ കോമ്പൗണ്ട് അരിത്തമെറ്റിക് എന്ന എഫക്റ്റ്, നമ്മൾ ആദ്യം കണ്ട അരിത്തമെറ്റിക് എന്ന എഫക്റ്റ് പോലെ തന്നെയാണ് ഇത്. എന്നാൽ ഇവിടെ നമുക്ക് സെക്കൻഡ് സോഴ്സ് എന്നൊരു ഓപ്ഷൻ കൂടിയുണ്ട്. നമുക്കിവിടെ നിന്നും മറ്റൊരു ക്ലിപ്പ് കൂടെ സെലക്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ ഓപ്പറേറ്റർ നമുക്കിവിടെ നിന്നും ആഡ് ആണോ സബ്സ്ട്രാക്ട് ആണോ എന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ഓപ്പറേഷൻ ഓൺ RGB ആണോ ആൽഫ ആണോ നമുക്കിവിടെ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ഓവർഫ്ലോ ബിഹേവിയർ നമുക്കിവിടെ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ ബ്ലെൻഡ് വിത്ത് ഒറിജിനൽ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് അതിന്റെ ബ്ലെൻഡിങ് വാല്യൂ ഇതേ രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ കോമ്പൗണ്ട് അരിത്തമെറ്റിക് എന്ന എഫക്റ്റ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ ഇൻവേർട്ട് എന്ന എഫക്റ്റ് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇതേ രീതിയിൽ നെഗറ്റീവ് മോഡിലുള്ള ഒരു എഫക്റ്റ് ആയി മാറുകയാണ്. ഇതിന്റെ ബ്ലെൻഡ് വിത്ത് ഒറിജിനൽ എന്ന ഓപ്ഷനിൽ ഡ്രാഗ് ചെയ്ത് നമുക്ക്
ഒറിജിനലുമായിട്ടുള്ള ബ്ലെൻഡിങ് നമുക്കിവിടെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ നിന്നും ചാനൽ നമുക്കിവിടെ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഇൻവെർട്ടർ എന്ന എഫക്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുകൂടാതെ സെറ്റ് മേറ്റും നമുക്ക് ഇവിടെ നിന്നും ഏത് വീഡിയോയിൽ നിന്നാണ് മേറ്റ് സെലക്ട് ചെയ്യേണ്ടത് നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് വീഡിയോ 2 സെലക്ട് ചെയ്തു. അതേപോലെ യൂസ് ഫോർ മേറ്റ്, ലൂമിനൻസ് ആണോ, ബ്ലൂ ചാനലാണോ, ഗ്രീൻ ചാനലാണോ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അതിന് താഴെ കാണുന്ന ഓപ്ഷൻസ് ഇൻവെർട്ട് മേറ്റ്, സ്ട്രെച്ച് മേറ്റ് ടു ഫിറ്റ്, കോമ്പോസിറ്റ് മേറ്റ്, പ്രീ മൾട്ടിപ്ലൈ മേറ്റ് എന്നിവ നമുക്ക് ആവശ്യാനുസരണം അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇങ്ങനെ നമുക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു എഫക്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ സോളിഡ് കോമ്പോസിറ്റ്, ഇവിടെ നമുക്ക് സോഴ്സ് ഒപ്പാസിറ്റി നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ കളർ നമുക്കിവിടെ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ ബ്ലെൻഡിങ്, മൾട്ടിപ്ലൈ, സ്ക്രീൻ, സോഫ്റ്റ് ലൈറ്റ്, കളർ ബേൺ എന്നിവ നമുക്കിവിടെ നിന്നും അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതേ രീതിയിൽ നമുക്ക് ചാനൽ എഫക്ട്സ് എന്ന പേരിലുള്ള ഈ എഫക്ട്സ് ഉപയോഗിച്ച് വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള എഫക്റ്റുകൾ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഇനി ഡിസ്റ്റോർട്ട് എഫക്ട്സിനെ പരിചയപ്പെടാം. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു വീഡിയോ ക്ലിപ്പിനെ അല്ലെങ്കിൽ ഒരു ഇമേജിനെ വിവിധ രീതിയിൽ ഡിസ്റ്റോർട്ട് ചെയ്യിക്കുന്നതിനായിട്ടാണ് ഈ ഡിസ്റ്റോർട്ട് എന്ന പേരുള്ള എഫക്റ്റ് ഉപയോഗിക്കുന്നത്. നമുക്ക് അവയെ പരിചയപ്പെടാം. ഇവിടെ എഫക്ട് വിൻഡോയിൽ ഡിസ്റ്റോർട്ട് എന്ന ഈ ഫോൾഡർ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കാണുന്ന എഫക്റ്റുകളാണ് ഡിസ്റ്റോർട്ട് എഫക്റ്റുകൾ. ഇവിടെ ബെൻഡ്, കോർണർ പിൻ, ലെൻസ് ഡിസ്റ്റോർഷൻ, മാഗ്നിഫൈ, മിറർ, ഓഫ്സെറ്റ്, തിയറൈസ്, ട്രാൻസ്ഫോം, ടർബുലന്റ് ഡിസ്പ്ലേസ്, ട്വിൽ, വേവ് റാപ്പ് എന്നിങ്ങനെ വിവിധ രീതിയിലുള്ള ഡിസ്റ്റോർഷൻ എഫക്റ്റുകൾ നമുക്കിവിടെ കാണാവുന്നതാണ്. ഇവയുടെയൊക്കെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെയുള്ള എഫക്റ്റുകളാണ് അവ. നമുക്ക് ഇവയെ ഓരോന്നായി പരിചയപ്പെടാം. ആദ്യമായിട്ട് ബെൻഡ് എന്ന എഫക്റ്റിനെ പരിചയപ്പെടാം. നമുക്ക് എഫക്റ്റ് ഇതേ രീതിയിൽ ഡ്രാഗ് ചെയ്ത് പ്ലേസ് ചെയ്യാം. ഇപ്പോൾ തന്നെ നമുക്കിവിടെ ഇതിൻ്റെ മാറ്റം കാണാവുന്നതാണ്. നമുക്കിത് ഇതേ രീതിയിൽ എക്സ്പാൻഡ് ചെയ്ത് നമുക്കിതിൻ്റെ സെറ്റപ്പിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ പ്രിവ്യൂ കണ്ടുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഇൻറ്റൻസിറ്റി, അതുപോലെ തന്നെ റേറ്റ്, അതുകൂടാതെ വിഡ്ത്ത്, അതുപോലെ ഇൻറ്റൻസിറ്റി, റേറ്റ്, വിഡ്ത്ത് എന്നിവ ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഡയറക്ഷൻ, റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ എന്ന് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. വേവ് സർക്കിളാണോ, സൈൻ ആണോ, ട്രയാങ്കിൾ ആണോ, സ്ക്വയർ ആണോ എന്ന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ വെർട്ടിക്കലായിട്ടുള്ളതിൻ്റെ അപ്പാണോ, ഡൗൺ ആണോ, ഇന്നാണോ, ഔട്ടാണോ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ സർക്കിളാണോ, ട്രയാങ്കിൾ ആണോ, സ്ക്വയർ ആണോ എന്നും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ നമ്മുടെ ആവശ്യപ്രകാരം അഡ്ജസ്റ്റ് ചെയ്ത ശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ച് നമുക്കിവിടെ കാണാവുന്നതാണ്. അതേ ഓപ്ഷനുകൾ തന്നെയാണ് നമ്മൾ ഇവിടെയും അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, ഇതിൻ്റെ ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ എന്നിവ നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ വെർട്ടിക്കൽ, റേറ്റ്, നമ്മൾ ഈ സെറ്റപ്പിൽ കണ്ട എല്ലാ ഓപ്ഷൻസും നമുക്കിവിടെയും അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ നമുക്ക് കോർണർ പിൻ എന്ന എഫക്റ്റിനെ പരിചയപ്പെടാം. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമുക്ക് ഇതേ രീതിയിൽ ഇതിൻ്റെ കോർണേഴ്സ് മൂവ് ചെയ്യുന്നതിനായിട്ടാണ് ഈ എഫക്റ്റ് ഉപയോഗിക്കുന്നത്. നമുക്കിത് ഇതേ രീതിയിൽ പ്രിവ്യൂ കണ്ടുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ ലെൻസ് ഡിസ്റ്റോർഷൻ, പേര് പോലെ തന്നെ ലെൻസ് ഡിസ്റ്റോർഷൻ എഫക്റ്റ് നമുക്ക് ഇവിടെ സെറ്റപ്പിൽ ക്ലിക്ക് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, നമുക്ക് ക്യാമറ ലെൻസിൻ്റെ ഡിസ്റ്റോർഷൻ പോലെ തന്നെയാണിത്. അതിൻ്റെ സെറ്റിങ്, കർവേച്ചർ, വെർട്ടിക്കൽ ഡിസെൻഡിങ്, ഹൊറിസോണ്ടൽ ഡിസെൻഡിങ്, വെർട്ടിക്കൽ പ്രിസം, ഹൊറിസോണ്ടൽ പ്രിസം എന്നിവ നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ, ഇവിടെ കളർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. നമുക്ക് ഇതേ രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് കളർ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഫിൽ ആൽഫ ചാനൽ എന്ന ഓപ്ഷൻ ഡീആക്റ്റീവ് ചെയ്താൽ ഡിഫാൾട്ടായിട്ടുള്ള ബ്ലാക്ക് കളറിൽ കാണാവുന്നതാണ്. ശ്രദ്ധിക്കുക, അതിനുശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. നമുക്കിപ്പോൾ അതിനനുസരിച്ച് ഇവിടെ കാണാവുന്നതാണ്. ഇങ്ങനെ നമുക്ക് ലെൻസ് ഡിസ്റ്റോർഷൻ എന്ന എഫക്റ്റ് അപ്ലൈ ചെയ്യാവുന്നതാണ്. നമുക്കിനി അടുത്ത എഫക്റ്റായ മാഗ്നിഫൈ എന്ന എഫക്റ്റിനെ പരിചയപ്പെടാം. നമുക്ക് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ
ഈ എഫക്റ്റ് ഒരു മാഗ്നിഫൈങ് എഫക്റ്റ് നൽകുന്ന ഒരു ഓപ്ഷനാണ്. അതായത് നമുക്കതെങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് മാഗ്നിഫൈ എന്ന ഈ ഓപ്ഷൻ ഡ്രാഗ് ചെയ്ത് നമുക്ക് ആവശ്യമായ വീഡിയോ ക്ലിപ്പിലേക്ക് പ്ലേസ് ചെയ്യുക. ഇപ്പോൾ തന്നെ ഇവിടെ നമുക്ക് ഈ എഫക്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു നോഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടതായി കാണാം. ആ നോഡിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് മൂവ് ചെയ്താൽ അത്രയും പോർഷൻ മാഗ്നിഫൈ ചെയ്ത് കാണുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ശ്രദ്ധിക്കുക. നമുക്ക് ഈ എഫക്റ്റിനെ ഇതേ രീതിയിൽ എക്സ്പാൻഡ് ചെയ്താൽ ഇതിന്റെ ഷേപ്പ് നമുക്ക് സ്ക്വയർ ആണോ സർക്കിൾ ആണോ എന്ന് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിന്റെ പോയിന്റ് സെന്റർ നമുക്കിവിടെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ ഇതിന്റെ മാഗ്നിഫിക്കേഷൻ നമുക്ക് എന്തായാലും വേണമെന്ന് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക. അതുകൂടാതെ ഇതിന്റെ ലിങ്ക് സൈസ് ടു മാഗ്നിഫിക്കേഷൻ ആണോ ഫെദർ ടു മാഗ്നിഫിക്കേഷൻ ആണോ എന്ന് നമുക്ക് ഇവിടെ ഒന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ ഇതിന്റെ സൈസ് നമുക്കിവിടെ ഇതേ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ അതിന്റെ ഫെദർ ആവശ്യമെങ്കിൽ നമുക്കിത് ഇതേ രീതിയിൽ ഇതിന്റെ എഡ്ജ് ബ്ലറായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് അല്പം കൂടി സ്വാഭാവികമായ രീതിയിലുള്ള ഒരു എഫക്റ്റ് കിട്ടുന്നതാണ്. അതുകൂടാതെ അതിന്റെ ഒപ്പാസിറ്റി നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ അതിന്റെ സ്കെയിലിംഗ് സോഫ്റ്റ് ആണോ സ്കാറ്റർ ആണോ എന്ന് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ബ്ലെൻഡിങ് മോഡ് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. മൾട്ടിപ്ലൈ ആണോ ആഡ് ആണോ ഓവർലേ ആണോ അതുപോലെ തന്നെ കളർ ബേൺ ആണോ എന്ന് നമുക്കിവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ മാഗ്നിഫൈ എന്ന എഫക്റ്റ് ഉപയോഗിച്ച് നമുക്ക് ഒരു വീഡിയോ ക്ലിപ്പിലെ ഒരു നിശ്ചിത പോർഷനെ നമുക്കൊരു ഹാൻഡ് ലെൻസിൽ കൂടി നോക്കുന്ന പോലുള്ള ഒരു എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ മിറർ എന്ന എഫക്റ്റിനെ പരിചയപ്പെടാം. പേര് സൂചിപ്പിക്കുന്ന പോലെ നമുക്ക് ഒരു കണ്ണാടിയുടെ മുന്നിൽ നോക്കുന്ന പോലെയുള്ള ഒരു പ്രതിബിംബം ക്രിയേറ്റ് ചെയ്യുന്നതിനായിട്ടാണ് ഈ എഫക്റ്റ് ഉപയോഗിക്കുന്നത്. നമുക്ക് അതെങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് മിറർ എന്ന എഫക്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് പ്ലേസ് ചെയ്യുക. അതിനുശേഷം ഈ എഫക്റ്റിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്താൽ ശ്രദ്ധിക്കുക, ഇതിന്റെ റിഫ്ലക്ഷൻ നമുക്ക് ഇതേ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതിന്റെ റിഫ്ലക്ഷൻ ആംഗിൾ നമുക്കിവിടെ ഇതേ രീതിയിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക. ഇതേ രീതിയിൽ നമുക്ക് മിറർ എന്ന എഫക്റ്റ് ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് പ്ലേ ചെയ്താൽ ഇതേ രീതിയിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ മിറർ എന്ന എഫക്റ്റ് ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള ഒരു എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ മിറർ എന്ന എഫക്റ്റിൽ ക്ലിക്ക് ചെയ്താൽ ഈ പോയിന്റ് നമുക്ക് ഇതേ രീതിയിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ എഫക്റ്റ് ഡിലീറ്റ് ചെയ്യാം. അതിനുശേഷം ഓഫ്സെറ്റ് എന്ന എഫക്റ്റിനെ പരിചയപ്പെടാം. ആ എഫക്റ്റ് ഇതേ രീതിയിൽ ഡ്രാഗ് ചെയ്ത് പ്ലേസ് ചെയ്യുക. അതിനെ എക്സ്പാൻഡ് ചെയ്യുക. ഇതിന്റെ ഷിഫ്റ്റ് സെന്റർ നമുക്ക് ഇവിടെ ഇതേ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ബ്ലെൻഡ് വിത്ത് നമുക്കിവിടെ ബ്ലെൻഡിങ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക. ഇതേ രീതിയിലുള്ള എഫക്റ്റ് നമുക്ക് ഓഫ്സെറ്റ് എന്ന എഫക്റ്റ് ഉപയോഗിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ സ്പിയറൈസ് എന്ന എഫക്റ്റും പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമുക്കൊരു വീഡിയോ ക്ലിപ്പിനെ ഒരു സ്പിയറിന്റെ അതായത് ഗോളാകൃതിയിലുള്ള എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനായിട്ടാണ് ഈ എഫക്റ്റ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഈ എഫക്റ്റ് അപ്ലൈ ചെയ്യുന്നതിനായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇതേ രീതിയിൽ ഡ്രാഗ് ചെയ്ത് പ്ലേസ് ചെയ്യുക. അതിനുശേഷം സ്പിയറൈസ് എന്ന ഈ എഫക്റ്റ് ക്ലിക്ക് ചെയ്ത് എക്സ്പാൻഡ് ചെയ്യുക ഇതേ രീതിയിൽ. അതിനുശേഷം ഇതിന്റെ റേഡിയസ് നമുക്ക് ഇവിടെ ഇതേ രീതിയിൽ ഇൻക്രീസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അതിന്റെ സെന്റർ നമുക്ക് ഇവിടെ ഒന്നും ഈ സ്ലൈഡറിൽ മൂവ് ചെയ്ത് ചേഞ്ച് ചെയ്യാവുന്നതാണ്. സ്പിയറൈസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ നോഡിൽ ക്ലിക്ക് ചെയ്ത് ഈ എഫക്റ്റിനെ നമുക്ക് ഇഷ്ടമുള്ള പൊസിഷനിൽ പ്ലേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുകൂടാതെ ട്രാൻസ്ഫോം എന്ന എഫക്റ്റിനെ പരിചയപ്പെടാം. ശ്രദ്ധിക്കുക. ട്രാൻസ്ഫോം എന്ന എഫക്റ്റും എക്സ്പാൻഡ് ചെയ്താൽ ഇതിന്റെ ആങ്കർ പോയിന്റ് നമുക്കിവിടെ ഇതേ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ അതിന്റെ പൊസിഷൻ നമുക്ക് ഇതേ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. യൂണിഫോം സ്കെയിൽ ആണെങ്കിൽ യൂണിഫോം സ്കെയിൽ എന്ന ഓപ്ഷൻ ആക്റ്റീവ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇതേ രീതിയിൽ അതിന്റെ സ്കെയിലിംഗ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ അതിന്റെ സ്ക്യൂ ചെയ്യണമെങ്കിൽ സ്ക്യൂ ആക്സിസ് നമുക്ക് ഇവിടെ ഇതേ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അതുകൂടാതെ അതിന്റെ റൊട്ടേഷൻ, ഒപ്പാസിറ്റി, ഷട്ടർ ആംഗിൾ എന്നിവ നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ട്രാൻസ്ഫോം എന്ന എഫക്റ്റ് ഉപയോഗിച്ച് നമുക്ക് ഈ വീഡിയോ ക്ലിപ്പിനെ ഏത് രീതിയിൽ വേണമെങ്കിലും ട്രാൻസ്ഫോം ചെയ്യിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ടർബുലന്റ് ഡിസ്പ്ലേസ് എന്ന എഫക്റ്റിനെ പരിചയപ്പെടാം.
ശ്രദ്ധിക്കുക. ഇതേ രീതിയിലുള്ള ഒരു ഡിസ്പ്ലേസിംഗ് എഫക്റ്റ് നമുക്ക് ഈ എഫക്റ്റ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഡിസ്പ്ലേസ്മെന്റ് നമുക്കിവിടെ ബൾജ് ആണോ, ടർബുലന്റ് ആണോ, ട്വിസ്റ്റ് ആണോ എന്ന് നമുക്കിവിടെ ഒന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ അതിന്റെ എമൗണ്ട് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ അതിന്റെ സൈസ് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓഫ്സെറ്റ് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതിന്റെ കോംപ്ലക്സിറ്റി നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതിന്റെ എവല്യൂഷൻ ശ്രദ്ധിക്കുക. ഇതേ രീതിയിൽ നമുക്ക് ടർബുലന്റ് ഡിസ്പ്ലേസ് എന്ന എഫക്റ്റിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതേ രീതിയിൽ നമുക്ക് ടർബുലന്റ് ഡിസ്പ്ലേസ് എന്ന എഫക്റ്റിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ ഇതിന്റെ പിന്നിങ് നമുക്കിവിടെ പിൻ ലെഫ്റ്റ് ആണോ, റൈറ്റ് ആണോ, വെർട്ടിക്കൽ ആണോ എന്ന് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ ലെയർ റീസൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് റീസൈസ് ലെയർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ ആൻറ്റി അലൈസിങ് നമുക്ക് ലോ ആണോ ഹൈ ആണോ എന്ന് സെലക്ട് ചെയ്യുക. ഇങ്ങനെ നമുക്ക് ഒരു വ്യത്യസ്തമായ എഫക്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക. അതേപോലെ തന്നെയാണ് ട്രിൽ എന്ന എഫക്റ്റ്. അഡോബി ഫോട്ടോഷോപ്പിൽ നമുക്ക് വളരെ സുപരിചിതമായ ഒരു എഫക്റ്റാണിത്. ട്രിൽ എന്ന എഫക്റ്റ് ഉപയോഗിച്ച് നമുക്കൊരു ചുഴിയുടെ രീതിയിലുള്ള ഒരു എഫക്റ്റ് നമുക്ക് ഇതുകൊണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് അതെങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഈ എഫക്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇതേ രീതിയിൽ പ്ലേസ് ചെയ്യുക. അതിനുശേഷം ഇവിടെ ട്രിൽ എന്ന ഓപ്ഷൻ എക്സ്പാൻഡ് ചെയ്യുക. അതിനുശേഷം അതിന്റെ ആംഗിൾ നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഇതേ രീതിയിൽ. ശ്രദ്ധിക്കുക. അതേപോലെ ട്രിൽ റേഡിയസ് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ ട്രിൽ സെന്റർ നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ട്രിൽ എന്ന എഫക്റ്റ് ഉപയോഗിച്ച് നമുക്ക് ഇതേ രീതിയിലുള്ള എഫക്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് വേവ് റാപ്പ് എന്ന ഡിസ്റ്റോർഷൻ എഫക്റ്റിനെ പരിചയപ്പെടാം. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു വേവിന്റെ രൂപത്തിലുള്ള എഫക്റ്റ് അപ്ലൈ ചെയ്യുന്നതിനായിട്ടാണ് ഈ എഫക്റ്റ് ഉപയോഗിക്കുന്നത്. നമുക്ക് അതെങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് വേവ് റാപ്പ് എന്ന ഈ എഫക്റ്റ് ഇതേ രീതിയിൽ ഡ്രാഗ് ചെയ്ത് പ്ലേസ് ചെയ്യുക. ഇപ്പോൾ തന്നെ നമുക്ക് ഈ എഫക്റ്റ് ഈ പ്രോഗ്രാം മോണിറ്ററിൽ കാണാവുന്നതാണ്. നമുക്കിതിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനായിട്ട് ഈ വേവ് റാപ്പ് എന്ന എഫക്റ്റ് ക്ലിക്ക് ചെയ്ത് എക്സ്പാൻഡ് ചെയ്യുക. ഇവിടെ നമുക്ക് ഇതിന്റെ വേവ് ടൈപ്പ് സൈന്, സ്ക്വയർ, അതുപോലെ തന്നെ ട്രയാങ്കിൾ, സൗത്ത് ടൂത്ത്, അതുപോലെ തന്നെ സർക്കിൾ എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള വേവ് ടൈപ്പ് കാണാവുന്നതാണ്. അതുപോലെ തന്നെ വേവ് ഹൈറ്റ് നമുക്കിവിടെ ഈ സ്ലൈഡിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. വേവ് വിഡ്ത്ത് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ വേവിന്റെ ഡയറക്ഷൻ നമുക്ക് ഇതേ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ വേവ് സ്പീഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ അതിന്റെ പിന്നിങ് നമുക്കിവിടെ നിന്ന് ഓൾ എഡ്ജസ് ആണോ, അല്ലെങ്കിൽ സെന്റർ ആണോ, അല്ലെങ്കിൽ ലെഫ്റ്റ് എഡ്ജ് ആണോ, അല്ലെങ്കിൽ ടോപ്പ് എഡ്ജ് ആണോ എന്നൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ അതിന്റെ ഫേസ് നമുക്കിവിടെ ഇതേ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതേ രീതിയിൽ വേവ് റാപ്പ് എന്ന എഫക്റ്റ് ഉപയോഗിച്ച് നമുക്ക് വേവ്സ് പോലുള്ള ഒരു ആനിമേറ്റിംഗ് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ നമുക്ക് ഡിസ്റ്റോർട്ട് എഫക്ട്സ് എന്ന ഈ എഫക്ട് ഫോൾഡർ ഉപയോഗിച്ച് നമുക്ക് പലതരത്തിലുള്ള ആകർഷകങ്ങളായ ഡിസ്റ്റോർഷൻ എഫക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ ഡിവിഡികൾ ലഭിക്കുന്നതിനായി നിങ്ങളുടെ അഡ്രസ് 9847700955 വാട്സ്ആപ്പ് ചെയ്യുക. കൂടുതൽ ട്യൂട്ടോറിയൽ വീഡിയോകൾക്ക് സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക.